ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എഗ് പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ എഗ് പഫ്സ് ഓവൻ ഇല്ലെങ്കിലും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് എണ്ണയിലൊന്നും വറുത്തെടുക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എഗ് പഫ്സിൻ്റെ ടേസ്റ്റ് അകത്തിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ കൂടെ ആണല്ലേ. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് കൂടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പഫ്സിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കണ്ടു വെക്കുക. അപ്പോൾ ആ ഷീറ്റ് വെച്ചിട്ട് ഏത് ഫില്ലിങ്ങിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പഫ്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഫ്സിൻ്റെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എന്തെണ്ണ വേണമെങ്കിലും എടുക്കാം. സൺഫ്ലവർ ഓയിലായാലും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ 3 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നല്ല നൈസ് പോലെ അരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ, നല്ലപോലെ വെന്തം കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്താൽ മതി. നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപ്പ് ഇപ്പം ചേർക്കണില്ല. ഇപ്പം നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഉള്ളി നല്ല ബ്രൗൺ നിറാവുന്ന രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലോട്ടാക്കി വെക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതില്ലെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ആണ് ചേർക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ നമ്മളിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന വരെ വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി. നമ്മൾ സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടാണ് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള 5 മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഫ്സ് തയ്യാറാക്കിയെടുക്കാം. പഫ്സിൻ്റെ ഷീറ്റ് ഫ്രീസറിലാണ് ഇരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നേരത്തെ നമ്മൾ ഫ്രീസറിൽ വെച്ചപ്പോൾ കുറച്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വേണ്ട, കുറച്ചും കൂടെ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് 2 പഫ്സിനുള്ള ഷീറ്റാക്കി മാറ്റാം. ഇനി ഒരു ഷീറ്റിന് നടുക്കോട്ട് ഒരു 2 ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് പകുതി മുറിച്ചെടുത്ത് മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. സാധാരണ നമ്മൾ പഫ്സിൻ്റെയൊക്കെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ മാവ് പിടിച്ച് ഒട്ടിക്കുമ്പോൾ ഒട്ടി വരുന്നില്ലെങ്കിൽ കുറച്ച് മൈദമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒട്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മൈദമാവ് യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇതുപോലെ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. അപ്പം ഞാൻ വേറൊരു ഷേപ്പ് കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് ഇതേപോലെ ഫില്ലിങ് വയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഒരുപോലെ ഒട്ടിച്ചെടുക്കുക. റോള് പോലെ ഇരിക്കും. 4 ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എഗ് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ മുകളിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവൻ ഇല്ലെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിൽ ഉപ്പ് വിതറിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ.
ഉപ്പിടുന്നത് ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഉപയോഗിക്കുന്നതിന് പകരം മണ്ണ് യൂസ് ചെയ്താലും മതി. മണ്ണ് നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കുക, എന്നിട്ട് ഉപ്പ് പോലെ യൂസ് ചെയ്യാം. ഈ സെയിം ഉപ്പ് തന്നെയാണ് ഞാൻ എല്ലാ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഉപയോഗിക്കുന്നത്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കുപ്പിയിലിട്ട് അടച്ചു വയ്ക്കും, എന്നിട്ട് അത് പിന്നെയും യൂസ് ചെയ്യും. അപ്പോൾ ഉപ്പ് പാഴായി പോകത്തൊന്നുമില്ല. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പഫ്സ് വെച്ച് കൊടുക്കാം. പഫ്സ് കേക്ക് ടിന്നിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അടിയിൽ ഒരു ബട്ടർ പേപ്പറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. 30 മിനിറ്റോളം വേണ്ടി വരും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. തീ മീഡിയത്തിലോട്ടാക്കി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഫ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എടുത്തു മാറ്റാം. ഹോള് വല്ലതും ഉണ്ടെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിലോ വല്ലതും വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആവി പുറത്തോട്ട് പോവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഓവൻ യൂസ് ചെയ്യാതെ എണ്ണയിലും വറുത്തെടുക്കാതെ നമ്മുടെ ബേക്കറി ടേസ്റ്റിലുള്ള പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. ടേസ്റ്റ് ഒക്കെ ബേക്കറിയിലെ പഫ്സ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.